എ.വി. ജയശങ്കർ കൂടിയുണ്ട്. ജയശങ്കർ, ഇപ്പോൾ ഇന്നും ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണങ്ങൾ കാണുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരുടേതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ, ഇന്നലെ നടത്തിയ പ്രതികരണത്തിലുള്ള മറുപടി, അങ്ങനെ ഇപ്പോൾ പത്മകുമാറിന്റെ പ്രതികരണം ഇന്നും വരുന്നു. അനന്തഗോപൻ ഇന്നലെ പറഞ്ഞതിന് ദേവസ്വം മാനുവലിന്റെ അതിന് എതിരായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ജി സുധാകരൻ പറഞ്ഞതിനുള്ള മറുപടി, ആ തരത്തിലേക്ക് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തമ്മിലൊക്കെയുള്ള അഭിപ്രായ ഭിന്നത, അത് CPIM നേതാക്കളാണ് ഇവരൊക്കെ, ആ തരത്തിലേക്കൊരു പോര് എന്ന രീതിയിൽ കൂടിയുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അല്ലേ? അനുജ, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അത് മറ്റൊരു രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വിവാദത്തിനൊപ്പം തന്നെ ഈ ഭരണ മുന്നണിക്കുള്ളിൽ LDF-നുള്ളിൽ തന്നെ അത് ഒരു വലിയ കീറാമുട്ടിയായി മാറുന്നു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് അനന്തഗോപൻ ചില ആക്ഷേപങ്ങൾ ദേവസ്വം മാനുവൽ ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ടാണ് 2019 ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതെന്ന് പറയുന്നു. രാവിലെ 2019 കാലഘട്ടത്തിൽ പ്രസിഡന്റായിരുന്ന പത്മകുമാർ വരികയും അങ്ങനെ അത്തരത്തിലുള്ള അട്ടിമറികളൊന്നും ഉണ്ടായിട്ടില്ല, ചട്ടങ്ങൾ പാലിച്ചൊക്കെ തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ നടത്തിയ വിദേശ യാത്രകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന പ്രതികരണമായി വരുന്നു. ഈ പ്രതികരണത്തിന് അനന്തഗോപൻ്റെ മറുപടി വരുന്നു. അതായത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തുന്നതിന് വിലക്കുകളൊന്നുമില്ല, അത്തരത്തിൽ ചില സംഘടനകളുടെ സ്പോൺസർഷിപ്പ് അനുസരിച്ചാണ് വിദേശയാത്രകൾ നടത്തിയെന്ന തരത്തിലുള്ള പ്രതികരണം വരുന്നു. 99 മുതലുള്ള ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാമെന്ന നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഇക്കാര്യത്തിൽ വിശദീകരണം വരുന്നു. ഇതിലൊക്കെ തന്നെ വലിയ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം മന്ത്രി തുറന്ന് സംഭവിക്കുകയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഞ്ഞടിക്കുന്നു. ഈ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണം, എങ്ങനെ ഈ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ഈ സ്വർണ്ണപ്പാൾ ഇങ്ങനെ ഏത് തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഉൾപ്പെടെ എത്തി, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത്, ഈ സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ പരിശോധന വേണം എന്ന തലത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി അത് അടുത്ത മാസം നട തുറക്കുന്ന സമയത്ത് വീണ്ടും സ്ഥാപിക്കാനുള്ള അനുമതി ദേവസ്വം ബോർഡിന് ഹൈക്കോടതി ഉൾപ്പെടെ നൽകുമ്പോഴും അത് വലിയ രാഷ്ട്രീയ വിവാദമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലം ഉൾപ്പെടെയാണ്. ആ ഘട്ടത്തിനാണിപ്പോൾ ഭരണ പ്രതിപക്ഷവും ഒപ്പം തന്നെ LDF-നുള്ളിൽ പോലും ഒരു രാഷ്ട്രീയ വിവാദമായി സ്വർണ്ണപ്പാളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. 99 കാലഘട്ടം മുതൽ 2025 വരെ ഉള്ള ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചരിത്രവും അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പരിശോധനയിൽ പക്ഷേ ഈ 99 സ്വർണ്ണം പൂശി എന്ന് പറയപ്പെടുന്ന സ്വർണ്ണപ്പാളി എങ്ങനെ 2019 പൂർണ്ണമായി ചെമ്പായി എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ആളുകളും നിലവിൽ ജീവനോടെ ഇല്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. പല രേഖകളും ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഉൾപ്പെടെ ഇല്ല. അതൊക്കെ തന്നെ ഈ അന്വേഷണത്തിന് വെല്ലുവിളിയാണ്. പക്ഷേ അപ്പോൾ പോലും ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒരു കുറവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണകക്ഷിയിലുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളിയുടെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വരും ദിവസങ്ങളിലും അത് അതുപോലെ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അനുജ, ഒപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുൻപായി തന്നെ ഇങ്ങനെ ഒരു ആരോപണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തേക്ക് എത്തുന്നതിന്റെ സാഹചര്യം, അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം അതുകൂടി ഇന്നിപ്പോൾ മന്ത്രി VN വാസവൻ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. ജയശങ്കർ, അനുജ, ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി മാത്രം ഉയർന്നു വന്നൊരു വിവാദമല്ല ഇത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2024 ദേവസ്വം ബോർഡിന് ഇത്തരത്തിൽ അവിടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് താൻ സ്ഥാപിച്ച ആ പീഠം കൂടി തരികയാണെങ്കിൽ ഒന്നിച്ച് അറ്റകുറ്റപ്പണി നടത്താമെന്നൊരു മെയില് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിന് അയക്കുന്നത്. അന്ന് ഈ വിഷയത്തിൽ മറുപടി ദേവസ്വം നൽകിയില്ല. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലെത്തുകയും ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പിൽ ഈ കാര്യം കൂടി പരാമർശിക്കപ്പെടുകയും ചെയ്തു. ഈ പരാമർശത്തിന് പിന്നാലെയാണ് മാധ്യമങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കുകയും അന്ന് ഈ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രപരമായ ഒരു വിവാദം ഉയർത്തിയെന്ന കാര്യം ആ രീതിയിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോൾ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പീഠവുമായി ബന്ധപ്പെട്ട് തൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തതയില്ലേ എന്നൊരു ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സുഹൃത്തിൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു പീഠം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം നടത്തിയ ഒരു വിവാദം തുടങ്ങി വെക്കുന്നത്. എന്തായാലും
ഈ LDF നേതാക്കളുമൊക്കെ സംസാരിക്കുമ്പോൾ ക്യാമറയ്ക്ക് പുറത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം ഉണ്ടായതാണ്, അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളൊക്കെ പൊങ്ങി വന്നത്. അതുവരെ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, അതിന് പിന്നിൽ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടെന്ന ഓഫ് ദ ക്യാമറ പല LDF നേതാക്കളും സമ്മതിക്കുന്നൊരു വിഷയം കൂടിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ എവിടെയൊക്കെ ഒരു ഗൂഢാലോചന നടന്നു എന്ന കാര്യം കൃത്യമായി പറയുന്നു. അതിൻ്റെ ഒരു കേന്ദ്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നൊരു സംശയം പല ഇടത് നേതാക്കൾക്കുമുണ്ട്. എന്തായാലും സമഗ്രമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രധാനമായും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ അത് പുറത്തു വരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇന്നിപ്പോൾ വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യമേറുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.